എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വയനാട്ടിലെ ദുരന്തത്തിന് വളരെയധികം ആക്ഷേപിച്ചുകൊണ്ട് വീഡിയോ ഇട്ട റിനോ എന്ന് പറയുന്ന പരമനാറി എന്ന് തന്നെ അവനെ വിശേഷിപ്പിക്കാം. ഈ ഒരു നാറിയുടെ വീട്, സ്ഥലം ഒക്കെ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു വേണ്ട, ഞാനായിട്ട് എന്തിനാണ് അവനെ ഇട്ട് കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഇതുപോലത്തെ നാറികൾക്ക് ഇന്ന് ഒരു ഇളവ് കിട്ടിക്കഴിഞ്ഞാൽ നാളെ യുവമാർ ഇതുപോലെ തന്നെ കയറി ഞരങ്ങും. ഇതുപോലെ അല്ലെങ്കിൽ ഇവനെ പോലെ ഏതെങ്കിലും കഴിപ്പണം കെട്ടവന്മാർ വീണ്ടും ഉത്ഭവിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് അത് വേണ്ട. അതുകൊണ്ട് ഇവൻ്റെ എനിക്കറിയാവുന്ന സകല കാര്യങ്ങളും പറയാം. പിന്നെ ഫോൺ നമ്പർ ഞാൻ എന്തുകൊണ്ട് ഷെയർ ചെയ്യില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിയമപരമായി അത് തെറ്റാണ്. ഒരാളുടെ ഫോൺ നമ്പർ അവരുടെ പ്രൈവസി ആയിട്ടുള്ള സാധനം കൊണ്ട് പബ്ലിക്കിൽ ഇടുന്നത് തെറ്റാണ്. പക്ഷേ ഇവൻ്റെ വീടും സ്ഥലമൊക്കെ എനിക്ക് അറിയാമെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം. എന്തായാലും ഈ നാറി ഇനി ഒരു നാറികളും ഇതുപോലെ ഒരിക്കലും ഉത്ഭവിക്കാൻ പാടില്ല. പിന്നെ ഇവൻ്റെ വീട്ടുകാരടുത്ത് ആദ്യം തന്നെ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കുന്നുണ്ടായിരിക്കും, വിഷമിക്കുന്നുണ്ടായിരിക്കും ഇങ്ങനെ ഒരു മകനെ ഉണ്ടാക്കിയതിൽ. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം പറഞ്ഞില്ല, ഇവനെ ഒരു 10-18 വയസ്സേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ നാറിക്ക് 10-29 വയസ്സായി. ഈ പരനാറി എന്നിട്ടാണ് ഇത്രയും വെളിവില്ലാത്ത പരിപാടി ഇരുന്ന് കാണിച്ചത്. വെറും റീച്ചിന് വേണ്ടിയിട്ട് ഇവൻ്റെ വീട്ടിലുള്ള തന്തയോ ഇവൻ്റെ വീട്ടിലുള്ള തള്ളയ്ക്കോ ഇങ്ങനെ പറ്റി, അല്ലെങ്കിൽ ഇവൻ്റെ വീട്ടിലോ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഇവൻ ഇങ്ങനെ ഇരുന്ന് ചെയ്യൂ. ആ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇവൻ താഴെ ഇരുന്ന് ഇങ്ങനെ ഇളിച്ചിളിച്ച് കാണിക്കൂ? ഇല്ലല്ലോ. ഇത് മോനെ എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ഒരുപാട് ഇതിൽ നമ്മുടെ ഗൈഡ് ലൈൻ ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാത്തത്. അല്ലെങ്കിൽ നിന്നെയൊക്കെ എടുത്തിട്ട് പൊങ്കാലയുടെ വാക്കറിയാം. പിന്നെ ഇവരുടെ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രിവാൻഡ്രം വിഴിഞ്ഞമാണ്. വിഴിഞ്ഞം, ഈ വിഴിഞ്ഞം എന്ന് പറയുന്ന സ്ഥലം എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. സീ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പോകുന്ന ഒരു സ്ഥലവും കൂടിയാണ്. അപ്പോൾ അത്രയും നല്ല മനുഷ്യനും അത്രയും നല്ല ആൾക്കാരുടെ ഇടയിൽ ഇതുപോലത്തെ ഒരു പരമ പുന്നാര മോൻ ജീവിക്കുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വെറും ഒരു നാണക്കേടാണ് എനിക്ക് തോന്നിയത്. ഈ വിഴിഞ്ഞത്ത് ഇത്രയും നല്ലൊരു സ്ഥലത്ത് ഇതുപോലത്തെ ഒരു പരമനാറി ജീവിക്കുന്നത് കേട്ടപ്പോൾ എനിക്കൊരു നാണക്കേട് തോന്നി. കാരണം അവിടെ ഉള്ള ആൾക്കാരൊക്കെ നല്ല ആൾക്കാരാണ്. പ്രത്യേകിച്ച് ആ കടപ്പുറം ഏരിയ വരുമ്പോൾ നല്ല ആൾക്കാരാണ് അവിടെ ഉള്ളത്. ഞാൻ സീ ഫുഡൊക്കെ കഴിക്കാൻ ഒരുപാട് തവണ പോയിട്ടുള്ള സ്ഥലവും കൂടിയാണ്. ഇത്ര നല്ലൊരു സ്ഥലം വേറെ ഇല്ലെന്ന് തന്നെ പറയാം, സീ ഫുഡ് ട്രിവാൻഡ്രത്ത്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇതുപോലത്തെ വിഴിഞ്ഞം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇതുപോലത്തെ ഒരു പരമനാറി ജീവിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട് കേട്ടപ്പോൾ. ഇവനെ പോലെയുള്ള കഴിപ്പണം കെട്ടവന്മാർ കാരണം ആ നാടിനും കൂടി അപമാനമാകുന്ന ഒരു രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിപ്പോൾ ഇവനെ തൂക്കുമ്പോൾ എന്തായാലും ഇവൻ്റെ വീടും കാര്യങ്ങളും നാട്ടുകാരെല്ലാവരും അറിയും. ഇവൻ്റെ നാട്ടുകാർ കിട്ടിക്കഴിഞ്ഞാൽ പിടുത്ത് പിഴി ആ സെറ്റപ്പിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു നാറ് കാരണം ഈ ട്രിവാൻഡ്രം വിഴിഞ്ഞത്തിനും കൂടി നാണക്കേട് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനിലോട്ട് വരും. ഇനി ആൾക്കാർ പറയാം വിഴിഞ്ഞ എങ്ങനെ പറയുന്നൊരു സിറ്റുവേഷൻ വരരുത്. കാരണം ആ സ്ഥലത്ത് ജീവിക്കുന്ന ആൾക്കാർ എനിക്ക് നന്നായിട്ട് അറിയാം. പ്രത്യേകിച്ച് എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആ ഏരിയയിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ എനിക്ക് ആ സ്ഥലത്തിനെ പറ്റിയിട്ട് നല്ലപോലെ അറിയാം. നല്ല ആൾക്കാരെ നല്ല കാര്യങ്ങളാണ്. പക്ഷെ ഇതുപോലത്തെ ഒരു നാറി എവിടെ നിന്ന് ഒരു പൊട്ടി വീണെന്ന് എനിക്കറിയില്ല. എന്തിന് ഇവൻ്റെ കൂടെ +2 പഠിച്ച ഫ്രണ്ട് തന്നെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇവൻ നാറിയാണെന്ന്. അപ്പം അങ്ങനെയുള്ള ഇവനെ നമുക്ക് ഊഹിക്കാന്നേ ഉള്ളൂ. ഇന്നലെ ഞാൻ എൻ്റെ വീഡിയോയിൽ വെച്ചിട്ടുണ്ടായിരുന്ന വോയിസിൽ നിങ്ങളത് കേട്ടിട്ടുള്ളവർ കേട്ട് കാണും. കാരണം ഇതുപോലത്തെ ഒരു നാറി അവർക്ക് ഫ്രണ്ടായിട്ടുണ്ടായിരുന്നില്ല, അവരും ഖേദിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇവനെ പ്രത്യേകിച്ച് ആരും അങ്ങനെ അടുപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവനെയൊക്കെ സത്യം പറഞ്ഞ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തണം, നല്ലപോലെ പിഴിഞ്ഞിട്ട് ഒറ്റപ്പെടുത്തണം. ഇവനെയൊന്നും ഒരു മനുഷ്യൻ പോലും സ്വന്തം വീട്ടിൽ പോലും അംഗീകരിക്കാത്ത ലെവലിൽ ഒറ്റപ്പെടുത്തണം. കാരണം ഇത്രയും വലിയൊരു ദുരന്തം നടന്നിട്ട് ആ ദുരന്തത്തിനെ എടുത്തു വെച്ച് ഇവൻ സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ ഒന്നും ഈ സൊസൈറ്റി ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇവനൊന്നും മാപ്പ് അർഹിക്കുന്നുമില്ല. ഇവനെയൊക്കെ സൊസൈറ്റി ഒറ്റപ്പെടുത്തണം. പോലീസുകാരുടെ കയ്യിൽ ദയവായിട്ട് കിട്ടുകയാണെങ്കിൽ വെറുതെ വിടരുതേ എൻ്റെ പൊന്നു സാറന്മാരെ. എറണാകുളത്ത് നിന്നാണ് എന്നെ സൈബറിൽ നിന്ന് രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആ സാറന്മാരെ സ്പോട്ടിൽ തന്നെ വിളിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. വിടരുത് സാറന്മാരെ, വിടരുത്. ഒരു കാരണവശാലും ഇതുപോലത്തെ നാറികളെ വിടരുത്. അമ്മാതിരി ചെയ്ത് പരിപാടിയാണ് ഇവനൊക്കെ കാണിച്ചു വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ ചങ്ങാതിക്കൂട്ടം ചാനൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ പറയുന്ന പോലെ വിഴിഞ്ഞം സ്റ്റേഷനിലും കാര്യങ്ങളൊക്കെ വിളിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവനെ ലോക്ക് മിക്കവാറും നാളെ തന്നെ അവനെ പിഴിഞ്ഞെടുത്ത് ഉപ്പിലിടാനുള്ള അവസ്ഥയൊക്കെ ഉണ്ടാവും. എന്തായാലും നല്ല കാര്യം. എന്തായാലും ട്രിവാൻഡ്രം വിഴിഞ്ഞത്തിന് അപമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സാധനങ്ങൾ ഇറങ്ങി തിരിച്ചല്ലെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമം തോന്നുക. കാരണം ഈ ട്രിവാൻഡ്രം വിഴിഞ്ഞം എനിക്ക് നല്ല അറിയാവുന്നൊരു സ്ഥലമാണ്. ആളുകളോട് മാന്യമായിട്ട് പെരുമാറുന്ന ഒരു സ്ഥലവും കൂടിയാണ്. നല്ല ആൾക്കാർ ജീവിക്കുന്ന ഇടയിൽ ഇതുപോലെ ഓരോ കീടാണുക്കൾ ഉള്ളതിൽ ഖേദിക്കുന്നു. എന്തായാലും ഇവൻ്റെ അച്ഛൻ എങ്ങാണ്ട് ലണ്ടനിൽ എന്താണെന്നാണ് പറയുന്നത്. നിങ്ങളെയും അവസ്ഥ ഇതുപോലെ ഒരു സാധനത്തിനെ നിർമ്മിച്ചതിൽ നിങ്ങളും ഖേദിക്കുന്നുണ്ടാവും, നിങ്ങളുടെ ഈ വൈഫും ഖേദിക്കുന്നുണ്ടാവും. കാരണം ഇതൊന്നും ഒരു മകനല്ല. ഇവൻ്റെ ഈ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇവൻ അകത്ത് പോവുകയോ ഇവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അതോർത്ത് വിഷമിക്കരുത്. കാരണം ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ജനങ്ങൾ കുടുംബവും കുട്ടിയും എല്ലാം തകർന്ന് തരിപ്പണമായി പെരുവഴിയിലായി
ജീവനും നഷ്ടപ്പെട്ട് അവിടെയും ഇവിടെയുമായിട്ട് പിച്ച് ചിന്തി കിടക്കുന്ന സിറ്റുവേഷനിൽ ഇരുന്ന് കരയുന്ന അവസ്ഥ, ആ സാധനം എടുത്തു വച്ചിട്ട് ഇവൻ ചിരിക്കാൻ കാണിച്ച ഈ മനസ്സ് മറക്കരുത്. ഇതുകൊണ്ട് നിങ്ങൾ ഇവന്റെ മാതാപിതാക്കൾ ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ഒരു മകനെ ഉണ്ടാക്കിയതിൻ്റെയും പ്രസവിച്ചതിൻ്റെ രീതിയിൽ മാത്രം നിങ്ങൾ വിഷമിച്ചാൽ മതി. മനസ്സിലായ? കാരണം ഇതുപോലൊരു മകൻ ഇനി ഒരു കാരണവശാൽ ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അമ്മാതിരി ഒരു നാറിയവനാണ് ഇവൻ. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എങ്ങനെയാടാ സാധിക്കും? നമ്മുടെ പെട്രാക്സ് ബോയ് ഉണ്ട് അജ്മൽ, അവിടെ പോയിട്ട് അവൻ പറയുന്നത് കേൾക്കണം. അവൻ്റെ വീഡിയോയിൽ തന്നെ ഉണ്ട് ഇൻസ്റ്റയിൽ. അവിടെ ഓരോ കണ്ടു നിൽക്കാൻ പറ്റത്തില്ലേ ആ സിറ്റുവേഷൻ. നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയൊന്നും അല്ലെന്നാണ് അവൻ പറയുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അത്രയും ജനങ്ങൾ അത്രയും ദുരിതം അനുഭവിച്ചും അത്രയും കഷ്ടത, സ്വന്തം കുടുംബവും വീടും തകർന്നും തരിപ്പണമായി നാറാണത്തിരിക്കുന്ന സമയത്ത് അതിനെ എടുത്തു വെച്ച് ഇവൻ ചിരിക്കാൻ കാണിച്ച മനസ്സിന് പിടിച്ച് നിർത്തി പിഴിഞ്ഞെടുക്കണം ഈ കാഴ്വറി മോനെ. അതാണ് ചെയ്യേണ്ടത്. വിടരുത്. വിഴിഞ്ഞമാണ് ഇവൻ്റെ സ്ഥലം. ആരും മറക്കണ്ട, വിഴിഞ്ഞമാണ്. ഞാൻ ആദ്യം പറയേണ്ടതെന്നൊക്കെ വെച്ച് എന്തിന് ഇടക്കൊരുത്തൻ പാല് വെച്ച് പോയല്ലേ ആണ് നാട്ടുകാരെ കയ്യിൽ പിഴിഞ്ഞാണ്ടില്ലേ. അതുപോലെ സ്റ്റേഷനിൽ സാറുമാരെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ സാറുമാരെ വിടരുത്. കാരണം ഇനി ഇതുപോലെ ഒരുത്തനും റീച്ചിന് വേണ്ടിയിട്ട് വന്ന് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഉണ്ടാക്കാൻ നിൽക്കരുത്. പിന്നെ ഇവന് 100 സബ്ബന്ധം ഉണ്ടായിരുന്നു അവൻ്റെ ചാനൽ. അവൻ ചാനൽ മുക്കിയിട്ടുണ്ട്. പക്ഷേ അവൻ വിചാരിച്ചാൽ അതൊരു രക്ഷപ്പെടും. എവിടെ പിന്നെ അതിനല്ല നമ്മളൊക്കെ പിന്നെ ഇവിടെ ഇരിക്കുന്നത്. ഇപ്പം മനസ്സിലായ യൂട്യൂബേഴ്സിനെ കൊണ്ടല്ല കുറേമാര് പറയാറുണ്ട്, യൂട്യൂബേഴ്സ് വന്നിരുന്ന് കൊണയടിക്കുന്നുണ്ടെന്ന്, വെറുതെ വന്നിരുന്ന് കാശിന് വേണ്ടി വീഡിയോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവന്മാർ എന്താണ് കാണിക്കുന്നതെന്നൊക്കെ കുറേ പേര് പറയാറുണ്ട്. ചുമ്മാ വന്നിരുന്ന് മേലനങ്ങി പണിയിടാന്ന്. ഇപ്പം മനസ്സിലായ യൂട്യൂബേഴ്സിന്റെ വില. അതും കൂടി ഈ പറയുന്ന നെഗറ്റീവ് ഓളുകളൊന്ന് മനസ്സിലാക്കി. ഇപ്പൊ യൂട്യൂബേഴ്സ് ഒത്തൊരുമിച്ച് നിന്ന് ഇതുപോലത്തെ നാറിയ പരിപാടി കാണിച്ചവനിട്ട് കൊടുത്ത പണിയണ്ട. ഇതാണ് യൂട്യൂബേഴ്സ്. അതിൻ്റെ ഇടയിൽ കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണമെന്ന് തോന്നി. അപ്പൊ ഇനി ഇതുപോലത്തെ ഒരുത്തനും റീച്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിട്ട് മറ്റുള്ളവരുടെ കണ്ണീരിനെ എടുത്ത് വെച്ച് ചിരിച്ചും, അതുപോലെ അർജുൻ്റെ കേസ് അവൻ കാണിച്ചാണ്ടില്ലേ, ഇതുപോലത്തെ ഒരു മോന്മാരും ഇനി ഒരു പ്ലാറ്റ്ഫോമിലും കിടന്നുണ്ടാക്കേണ്ട കാര്യമില്ല. അതിന് ഇവിടെ സമ്മതിക്കത്തുമില്ല. ഇനി ഇവനെ സത്യം നിങ്ങൾ ഇവനെയൊക്കെ വെറുതെ വിട്ട് കഴിഞ്ഞാലും സൊസൈറ്റി ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യരുത്. ഒരു കാര്യത്തിൽ ഇവനെയൊന്നും കൂടെ നിർത്തരുത്, ഒറ്റപ്പെടുത്തണം. അതാണ് ചെയ്യേണ്ടത്. നമ്മുടെ നിയമത്തിന് ഒരു പരിധിയുണ്ട്. എന്തായാലും ഇവനെയൊന്നും കൂടുതൽ അങ്ങ് ശിക്ഷിക്കാൻ പോകുന്നില്ല. അതിനപ്പുറം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവനെയൊക്കെ സൊസൈറ്റിയിലൊന്ന് ഒറ്റപ്പെടുത്തി ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാത്ത രീതിയിൽ വിടണം. എന്തിന്? ഇവൻ്റെയൊക്കെ മാതാപിതാക്കളോ ഇവനെ നിന്ന് തിരിഞ്ഞു നോക്കില്ല. ഇങ്ങനെ ഒരു മകനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നാണക്കേട് മാത്രമല്ല, നിങ്ങൾ അത് ഇവൻ കാണിച്ച ആ പരിപാടി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് അതിനും കൂടി അർത്ഥം. പക്ഷെ ഞാൻ പറയും, ഒരമ്മയാവുമ്പോൾ സ്വന്തം മകൻ എന്ത് കാണിച്ചാലും അവർ ക്ഷമിക്കും. പക്ഷെ ഇതൊന്നും ഒരിക്കലും ക്ഷമിക്കരുത് ഒരു അമ്മയോ ഒരപ്പനെ. കാരണം അമ്മാതിരിയ ഒരുപാട് പേരുടെ കണ്ണീരിനെ എടുത്തു വെച്ച് ചിരിച്ചവനായവൻ. ഇന്ന് എന്നെ വയനാട്ടിൽ നിന്ന് ഇവൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്നെ ഒരാൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറയുക, കണ്ടു നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അങ്ങനത്തെ ആ കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് ഇവനൊക്കെ ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ മറ്റൊരുത്തൻ്റെ കണ്ണീരാണെന്ന് ഇവനൊക്കെ മനസ്സിലാക്കണം. ഇനി ഇതുപോലെ ഒരു റിനോയിൽ ലവും ഉണ്ടാവരുത്. അതിനിതൊരു തുടക്കം തന്നെ ആയിക്കോട്ടെ. ഒരുത്ത ഇടയ്ക്കിപ്പം കഴിഞ്ഞല്ലോ, അതിന് മുമ്പ് അടുത്ത ഇതുപോലെ കമന്റ് സെക്ഷനിലോ ഇതുപോലെ ഒരുപാട് നാറുകളൊന്നും മെഴുകുന്നുണ്ട്. ഒരുത്തനെ വെറുതെ വിടത്തില്ല. ഒരുമാതിരി മറ്റേടുത്ത പരിപാടിയല്ലേ കാണിക്കണം. മറ്റൊരുത്തൻ്റെ കണ്ണീരിനെ എടുത്ത് വെച്ച് നിനക്കൊക്കെ ചിരിക്കുക എങ്ങനെയാ മനസ്സ് വന്ന കള്ള മോന്മാരെ.